ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പിൻ തേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പൻ പലപോതും ആദരാല് മനക്കരുത്തിനു തുണയ്ക്ക സന്തതം. മനക്കുരുന്നിനു തുണയ്ക്ക സന്തതം. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവാർത്ഥകാരിണി സരസ്വതീ ദേവി വന്നെൻ നാവിൻ കളിക്ക കുമുദേഷു നിലാവുപോലെ. പാണികൾ തന്നിലകപ്പെട്ട പൂനിരകളാല് ദീനവത്സലൻ പാദത്തിങ്കലങ്ങാരാധിച്ചും കാമതൻ അനുഗ്രഹാല് നാമങ്ങൾ നീളെ വിളിച്ച് ആമയം തീർത്തു പരിപാലയേത്യോ ഓരോ വിധം. ഗോവിന്ദാനന്ദ മുകുന്ദ അഖിലാധാര പ്രഭോ. നീ വന്നീ വ്യസനതാവർണവാൽ പാഹിത്യേവം കേഴുന്നോരളവിലങ്ങ് ആദിനായകൻ അറിഞ്ഞാഴിയ കൃപാലയൻ താനതാ സവിദ്രുതം. വേഗമോടെഴുന്നൾവാനാരംഭിച്ചളവുതൽ ഭോഗീന്ദ്രശായി വഹനാകുന്ന ഗഗേന്ദ്രനും സംഭ്രമിച്ചുടൻ വന്നു മുമ്പിൽ വന്നിച്ചു നിന്നാന്. അംബോജാക്ഷനും ഗരുഡോപരി വിളങ്ങിനാന്. മേരുമൂർത്തനീ നീല നിരദാനിവൻ തത്രേ മാരുദാശനകുലനാശനൻ നിവർന്നപ്പോള് ചെന്നൃതു മത്താമുദ്യാനന്തരേ മലർപ്പൊയ്ക തന്നുടതീരം പ്രവേശിച്ചു നിന്നതു നേരം തുമ്പിക്കൈ അഗ്രം കുറഞ്ഞ് ഒന്നൊഴിഞ്ഞുള്ളേടം അങ്ങ് അമ്പസി മുഴുകി കേണിടിന കരീന്ദ്രനേ. തൃക്കൈകൾ കൊണ്ടുടൻ മെല്ലെ മെല്ലവേ പിടിച്ചെഴുന്ന് ആ കരിവാദം പിടിവെട്ടിയിടും നക്രത്തെയും കൂടവേ കരകേറ്റി വച്ചുകൊണ്ടകതാരിൽ ഈടിന കുതൂഹലം തേടിന ജഗന്മയൻ ചക്രം കൊണ്ടെറിഞ്ഞു നക്രേന്ദ്രവക്രത്തെ പിളർന്ന കാലം ശാപം തീർന്നു ശുദ്ധനായി ഗന്ധർവനും ഗുഹൂതൻ വേഷം ധരിച്ചാദരാലവയവ മോഹനാകൃതി രതിവാല സൂര്യാപാലയൻ വ്യോമയാനാഗ്രേ നിന്നു നാഥനെ കൂപ്പി സ്തുതിച്ച് ആമോദപൂർവം ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. നാദ ഗോവിന്ദ ജഗൽകാരണാനന്ദാത്മക പാദോജ വിലോചന പാകി സന്തതം വിഭോ.
നീയൊഴിഞ്ഞൊരു ജഗത്തിങ്ങനെ സൃഷ്ടിച്ചു കാത്യാര്യം മായാവശാൽ ആത്മനി രമ്യാർത്ഥകം ലീലയായി വർത്തിക്കുന്നതെങ്ങനെ ഇരിക്കുന്ന വേലയിലിവിടെ മാം പാലയ ജഗൽ പ്രഭോ. അന്ന് നീ വണ്ണം ഇത്തം ഓരോരോ നിമിത്തത്താൽ ഒന്നൊന്നായി ചമഞ്ഞലിഞ്ഞിടുവാനരുതയ്യോ. നിന്നുടെ മഹാമായ ദേവിതൻ കൃപാലേശം എന്നിലിങ്ങ് അനുഗ്രഹിക്കണമേ ദയാനിധേ. നിൻ തിരുവടിയുടെ കാരുണ്യം നിമിത്തമായി അന്തരാശാപം തീർന്ന് സൗഖ്യം പ്രാപിച്ചേനിപ്പോൾ. ബന്ധുവത്സലനായ നിൻ പദാപോജദ്വന്ദ്വം അന്തനു ഭക്ത്യാ ഭജിക്കായി വരേണമേ നിത്യം. മറ്റെനിക്കൊരാകാംക്ഷയില്ലേതും ജഗൽ പ്രഭോ. പറ്റായ്ക വേണം ഒരു ദുസ്സംഗം ഒരിക്കലും. ദുർവൃത്തനെന്നാകിലും മനസ്സേ തപപദം സർവദാ വസിപ്പതിനായി വരം തരേണമേ. ഇത്തം അർത്ഥിച്ചു കൂപ്പി സ്തുതിച്ചു നിൽക്കുന്നോരു ഗന്ധർവൻ തന്നിൽ പ്രസാദിച്ച് അഖിലേശൻ താനും ഭക്തവത്സല പ്രഭാർത്രതയാലേ തെളിഞ്ഞ് ഉൾകൃപാലയൻ ചിരിച്ചരുൾ ചെയ്തേടിനാല് ഒക്കവേ നിനക്കൊത്തവണ്ണമായി വരിക. മൽഭക്തരിൽ അത്യുത്തമനായി വസിച്ചാലും ഭവാന് എന്നെല്ലാം അനുഗ്രഹിച്ചയച്ചാൻ ജഗന്നാഥൻ. ചെന്നുടെ സ്വർഗം പോക്കു വസിച്ചാൻ ഗന്ധർവനും. പിന്നെയാ കരേന്ദ്രനുണ്ടായ സങ്കടമെല്ലാം ഒന്നൊഴിയാതെ നീങ്ങും വണ്ണം താൻ കടാക്ഷിച്ചേ. മന്ദമെന്നിയെ തൃക്കൈ കൊണ്ടുടൻ തലോടിനാൻ അന്നേരം സാരൂപ്യം പ്രാപിച്ചതങ്ങരക്ഷണാല്. ഭഗവൽ സ്പർശം കൊണ്ട് ശാപം തീർന്നവനീശൻ ഭഗവൽ സാരൂപ്യം വന്ന് അധികാനന്ദത്തോടെ ഭഗവൽ സഖ്യം ചേർന്ന് വൈകുണ്ഠലോകത്തിനും ഭഗവൽ സഹായനായി എഴുന്നള്ളിയിടും നേരം. ഭഗവാൻ വഴിതോറും അവനെ നോക്കി ചിരിച്ച് അകമേ കാരുണ്യമോട് അരുൾ ചെയ്തിടുന്നു. കേളടോ നിനക്കുണ്ടായി വന്ന ശാപവും തീർത്ത് പാലനം ചെയ്യും നിന്നെ കൊണ്ടു ഞാൻ പോന്നേനല്ലോ. മേലിലി കഥാമൃതം എത്രയും പ്രസിദ്ധമായി അവലംബിച്ചവരവർ കീർത്തിപ്പോരനുദിനം. പാദകൗഖങ്ങൾ അവർ ചെയ്തൊക്കെയും നീങ്ങി ചേതസി സുഖം പൂണ്ട് മൽപദം പ്രാപിച്ചിടും. എന്നെയും ഭവാനെയും ഗിരിവരനെയും തന്നെ പാർശ്വസ്ഥലേ കന്ദരോദ്യാനത്തെയും നിർമ്മലമായുള്ളോരോ നിമ്നയെയും ജന്മികളെയും ദേശമാഹാത്മാദികളെയും ക്ഷീരസാഗരത്തെയും കൂടവേ ദിനം പ്രതി ധീരനായകം തെളിഞ്ഞേവനങ്ങ്
ഉണർന്നുഷകാലേ. ചിന്തിക്കുന്നവൻ പാവങ്ങളൊഴിഞ്ഞുടൻ സന്തുഷ്ടാത്മനാ മോക്ഷം പ്രാപിച്ചിടുന്നു നൂനം എന്നെല്ലാം അരുൾ ചെയ്തിടിന ജഗന്നാഥൻ. തന്നുടെ സാരൂപ്യം വന്നിടിന ഗജേന്ദ്രനും താനുമായുടൻ ചെന്നു വൈകുണ്ഠാലയം പൂക്കാൻ. ആനന്ദാലയൻ യോഗനിദ്രയും തുടങ്ങിനാൻ. ഇങ്ങനെ ഭക്തന്മാരെ രക്ഷിച്ചു കൊള്ളുവാന് ജഹമംഗലനൊഴിഞ്ഞു മറ്റാരുമില്ല അറിഞ്ഞാലും. അങ്ങനെയുള്ള ഭഗവത് പദ ധ്യാനിക്കിൽ മറ്റിങ്ങോരോ കർമ്മങ്ങളായി ബന്ധനായി വരും നൂനം എന്നെല്ലാം ക്രമത്താലെ 4 പേർ മനുക്കളെ ചൊന്നതിനന്തരം പിന്നെയും ചൊല്ലിയിടുന്നു. 5-മതല്ലോ താമസാനുജൻ ജൈവാദനാം. അഞ്ചിത പരാക്രമനാകിയ മനുഷ്യേഷ്ടൻ ചെഞ്ചമ്മേ ബലിവിന്ധ്യാന്മാരവർത്തനയന്മാർ ചഞ്ചലമൊഴിഞ്ഞെഴും വിഭൂവാം അവനീന്ദ്രൻ. ഭൂതങ്ങൾ ജയന്മാരുമായിരുന്നു അമരന്മാര്. ഭൂതാത്മാഹിരണ്യരോമാ വേദശിരാദികൾ ഋഷികളും അന്നു ഭഗവാൻ സുപ്രാത്മനോ നാളമോഹിനിയായ ഭാര്യയാഭികുണ്ടയിൽ നിന്നവതരിച്ചു വൈകുണ്ഠനാ ശ്രീവിദ്യാർത്ഥം തന്നെ വൈകുണ്ഠലോകത്തെ നിർമ്മിച്ചുപോലെ. 6-മതല്ലോ മനുജാക്ഷുഷൻ പുരുഷത്വജ്ഞാതികൾ പുത്രന്മാരും ഇന്ദ്രനാ മന്ത്രദ്രുമൻ ദേവകളാപ്യാദികളാ വിശ്വധീരകന്മാരാം അവർ തുടങ്ങി ഉള്ളവർ ഋഷികളും. അന്നല്ലോ ഭഗവാൻ വൈരാജനും സംബോധിയാകുന്ന ഭാര്യയിൽ അജിതാഹത്തോടുകൂടി വന്നവതരിച്ചമരേന്ദ്രന്മാർക്ക് അമൃതത്തെ നന്നായി അൻപോടു സാധിപ്പിച്ചതെന്ന് അറിഞ്ഞാലും. ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ അവിടെ മറുപടി നിന്നരുൾ ചെയ്യുന്നാൻ ഭൂപാലകൻ മുനീന്ദ്രനും. കേട്ടുകൊൾക്കെങ്കിലെന്നു കേവലം അരുൾ ചെയ്താൻ. കേട്ടാലും എത്രയും മനോമോഹനം കഥാസാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.